നമസ്കാരം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പ്ലം കേക്ക് തന്നെ 1/2 കിലോ വരുന്ന ഒരു കേക്കാണ്. ഇതിൽ ഞാൻ മുട്ടയോ ഒരു തരത്തിലുള്ള ഡയറി പ്രൊഡക്ട്സും ചേർക്കാത്ത ഒരു വീഗൻ പ്ലം കേക്കാണ്. അതിനായിട്ട് ഞാനിവിടെ 4 മധുരനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കതിൻ്റെ കുറച്ച് സ്കിൻ ഭാഗങ്ങൾ ഒന്നിങ്ങനെ പീൽ ചെയ്തെടുക്കാം. അതെടുക്കുമ്പോൾ അതിൻ്റെ അടിയിലത്തെ വൈറ്റ് പാർട്ട് പെടാതെ യെല്ലോ കളർ ഭാഗം മാത്രം പതുക്കെ ശ്രദ്ധിച്ചെടുക്കുക. വൈറ്റ് പാർട്ട് പെട്ട് കഴിഞ്ഞാൽ കയ്പ്പ് വരും. അപ്പോൾ 1 ടീസ്പൂണോളം മാത്രം അളവ് മതിയാവും. ഞാനിപ്പോൾ ഒരു 1/2 കിലോൻ്റെ വെയിറ്റിലുള്ള വീഗൻ പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ സ്കിൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്കതിൻ്റെ ജ്യൂസ് എടുക്കാം. നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുകയോ ജ്യൂസറിലിട്ട് അടിക്കുകയൊന്നും ചെയ്യണ്ട. നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കാവുന്നതാണ്. അപ്പോൾ കൈ നല്ലപോലെ വൃത്തിയായി കഴുകിയതിന് ശേഷം ഇതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. നല്ലപോലെ ശക്തിയിൽ പിഴിഞ്ഞ് നല്ല ഫ്രഷ് ജ്യൂസാണ് നമുക്ക് വേണ്ടത് ഇതിന്. അപ്പോൾ ജ്യൂസ് നമുക്ക് ഒരു 3/4 ഗ്ലാസോളം കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം ബ്ലാക്ക് കളറുള്ള റൈസിൻസും യെല്ലോ കളറുള്ള റൈസിൻസും എടുത്ത് രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറി എടുത്തിട്ടുണ്ട്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 5-6 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുരു കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കാം. ചെറി ഞാൻ പീസസ് ആക്കിയിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ എടുക്കണമെങ്കിൽ ഒക്കെ എടുക്കാം. ചെറിയൊരു അളവ് എടുത്താൽ മതി. നമ്മൾ 1/2 കിലോൻ്റെ കേക്ക് ആയതുകൊണ്ട് ഒരുപാട് ഫ്രൂട്ട്സ് അളവ് വേണ്ട, കുറച്ചെടുത്താലും മതി. അപ്പോൾ അത് ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് അതുപോലെ ഒരു 1/4 കപ്പോളം നട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നതിന് പകരം ഈ ഓറഞ്ച് ജ്യൂസിലിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ജ്യൂസും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ ആ ജ്യൂസ് മൊത്തം വറ്റിച്ചെടുക്കാം. അപ്പോൾ ആ ജ്യൂസ് ഫ്രൂട്ട്സിലേക്കൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഫ്രൂട്ട്സൊക്കെ. ഇപ്പോൾ അത്യാവശ്യം വറ്റി തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്, സ്റ്റീലിൻ്റെയാണ് വെച്ചിരിക്കുന്നത്. വളരെ ചെറിയ ഫ്ലെയിമിലിടുക, ലോ ഫ്ലെയിമിലിടുക, ഒരിക്കലും മീഡിയം ഫ്ലെയിമിലിടരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു വരും. അപ്പോൾ നമുക്കതൊന്ന് കാരമലൈസ് ചെയ്ത് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചൂടാക്കുക. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഡാർക്കാക്കി എടുക്കുക, ഒരുപാട് കരിയിച്ച് കളയരുത്. കുറച്ചും കൂടി ഒന്ന് ഡാർക്കാക്കി എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിക്കാം. ഇനി അധികം തിളപ്പിക്കണമെന്നില്ല, അത്യാവശ്യം തിക്കായിട്ടുണ്ട് നമ്മുടെ കാരമൽ. ഇനി അത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, അത്യാവശ്യം നല്ല കളറായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്നെസ് വരും. ഇപ്പോൾ ഒരുപാട് തിക്കായി പോയി നമുക്ക് ബാറ്ററിലേക്ക് ഒഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം തന്നെ അതിലേക്കൊന്ന് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്താൽ നല്ല ലൂസായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ അത്യാവശ്യം തിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരല്പം ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ ഒന്ന് അത്യാവശ്യം ലൂസായിട്ട് നമുക്ക് കിട്ടും. ഇനി അത് നല്ലപോലെ ഒന്ന് ചൂടാറാനായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അപ്പോൾ ഒരു ബൗളിൽ അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ, അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഓരോന്നുള്ള വീതം സ്പൈസസും ചേർക്കാം. ഞാനിതിലേക്ക് ജാതിക്കയുടെ പൊടിയും കരയാമ്പൂൻ്റെ പൊടിയും കറുകപ്പട്ടയുടെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് 3 തവണ അരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനത് 3 തവണ അരിച്ചെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്നൊരു 1-2 ടേബിൾ സ്പൂൺ നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൽ നട്ട്സിൻ്റെ അകത്തോട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് വീഗൻ കേക്ക് ആയതുകൊണ്ട് നമ്മൾ അതിനകത്തോട്ട് മുട്ടയും ചേർക്കുന്നില്ല, തൈരും ചേർക്കുന്നില്ല, ബട്ടറും ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ്
സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പ് പൊടിച്ച പഞ്ചസാര അര കപ്പ് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഇനി കാരമലൈസ് ചെയ്ത ഷുഗറും കൂടിയും ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു വിസ്ക് ഉപയോഗിച്ച് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ കാരമൽ ഒരു 1/4 കപ്പ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ സാധാരണ കേക്കുകൾ ചെയ്യുന്ന പോലെ 3 തവണകളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാറ്റർ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഒരു 1/8 കപ്പിൻ്റെ മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി മാത്രം വെള്ളം എടുത്തിട്ട് ആദ്യം ഒഴിക്കുക കേട്ടോ. ഞാനിവിടെ 1/8 തന്നെ പെട്ടെന്ന് ഒഴിച്ചു പോയി. എന്നാലും ബാറ്റർ അത്യാവശ്യം തിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/8 ഒഴിക്കണ്ട, 1/8 കപ്പ് മാത്രമേ വേണ്ടൂ. 1/4 കപ്പിൻ്റെ പകുതി കപ്പ് അത് കുറച്ചായിട്ട് ഒഴിച്ച് ആഡ് ചെയ്ത് നിങ്ങൾ കൺസിസ്റ്റൻസി നോക്കിയാൽ മതി. നമുക്ക് പ്ലം കേക്കിന് വേണ്ടത് ലൂസായിട്ടുള്ള ബാറ്ററല്ല, നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ്. ഇനി നമുക്ക് ഇപ്പോൾ ഇത് അത്യാവശ്യം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് നാരങ്ങയുടെ തൊലി ചെറുതായിട്ട് അരിഞ്ഞ് ഒരു ടീസ്പൂണോളം വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ അതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ എസൻസുകളൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വാനില എസൻസ്, ഓറഞ്ചിൻ്റെ എസൻസ്, പൈനാപ്പിൾ എസൻസ്, ഈ 3 എസൻസും 1/4 ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സും ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ അത്യാവശ്യം തിക്ക് തന്നെയാണ്, എന്നാലും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിക്കുക. അപ്പോൾ 1/4 കപ്പിൻ്റെ പകുതി കപ്പ് മാത്രം എടുത്ത് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നല്ല തിക്ക് ബാറ്ററാക്കി എടുക്കുക. ഇപ്പോൾ ഇപ്പോഴും നമ്മുടെ ഈ ബാറ്റർ അല്പം ലൂസാണ്. അപ്പോൾ ഇത്രയും ലൂസ് വേണ്ട, നല്ല തിക്കായിട്ട് തന്നെ ഇരുന്നോട്ടെ പ്ലം കേക്ക്. ഇന്ന് ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ബേസിൻ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എണ്ണയും പഞ്ചസാരയൊക്കെ ഇടുന്ന ആ സമയത്ത് തന്നെ ഞാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. 10 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ. ഓവനിലുള്ളവരാണെങ്കിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇടുക. അല്ല മറ്റേതെങ്കിലും കട്ടിയുള്ള പാത്രങ്ങളാണ്, ഗ്യാസ് സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിൽ അതും പ്രീഹീറ്റ് ചെയ്യാനായിട്ട് റെഡിയാക്കി വെക്കാം. അപ്പം കേക്കിൻ്റെ ടിന്നിൽ ബാറ്റർ നല്ല ലെവലാക്കി സെറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും നട്ട്സോ റൈസിൻസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാനിതുപോലെ വലിയൊരു കുക്കറിലാണ് എപ്പോഴും ബേക്ക് ചെയ്യാറ്. നിങ്ങളതിൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ എപ്പോഴും ഈ ഓവൻ സെറ്റപ്പ് കാണുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 45 to 50 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്ക് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്നുണ്ടോയെന്നൊരു ടൂത്ത് പിക്ക് എങ്ങാനും വെച്ച് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ബേക്ക് ചെയ്തത് ലോ ഫ്ലെയിമിലാണ് 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിരുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഗൻ പ്ലം കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ആറി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. ഒരു ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്യുന്നതായിരിക്കും പ്ലം കേക്ക് പോലെയുള്ള ഇങ്ങനെയുള്ള കേക്കുകളൊക്കെ കഴിക്കാൻ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഈ മുട്ടയും പാലും ഇങ്ങനത്തെ ഒന്നും കഴിക്കാത്ത ആളുകൾക്കും നല്ല ടേസ്റ്റിൽ പ്ലം കേക്ക് കഴിക്കണ്ടേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ റെസിപ്പി കണ്ടുപിടിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സാധാരണ പ്ലം കേക്ക് തിന്നുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. കാണാനും അതുപോലെ തന്നെ കണ്ടില്ലേ, ഉൾഭാഗമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.